ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു മിൽക്ക് പറാത്തയാണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു പറാത്തയാണ്. മാത്രമല്ല ഇതിന് നമുക്ക് കറികളൊന്നും വേണ്ട, കട്ടൻ ചായയുടെ കൂടെ ആണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പറാത്തയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml അളവ് കപ്പിൽ 2 കപ്പ് മൈദപ്പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൈദപ്പൊടി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ആണെങ്കിലും എടുക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ 1 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് പൊടി ആയിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെയ്യല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് 1 മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഒരു മുട്ടയും നെയ്യും ഒക്കെ കൂടെ ഒന്ന് യോജിച്ച് വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് കുഴച്ചെടുക്കാനായിട്ട് ചെറു ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ പാൽ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചപ്പാത്തിയുടെ മാവ് പോലെയൊക്കെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20-25 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ 25 മിനിറ്റ് ശേഷം നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ മാവ്. അപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഓരോ ബോൾസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 ചപ്പാത്തിയുടെ മാവ് ഓരോ ഉരുളകളാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു 5 ബോൾസാക്കിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനിത് പരത്തിയെടുക്കാം. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഇത്തിരി മൈദ ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം ഇങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നീളത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൊന്ന് തൂത്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പാൽപ്പൊടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിലായാലും തേച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. അതിന് ശേഷം ഒത്തിരി പഞ്ചസാരയും കൂടി ഇങ്ങനെ തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു സ്വീറ്റ്നെസ്സും കിട്ടും കേട്ടോ ഈ ഒരു പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ ആകുമ്പോൾ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് മടക്കി കൊടുക്കുക. എന്നതിന് ശേഷം വീണ്ടും കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇതേപോലെ തന്നെ പരത്തിയെടുക്കുക കേട്ടോ. നല്ല തിന്നായിട്ട് പരത്തിയെടുത്ത് ഇതേപോലെ പരത്തിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ തന്നെ പരത്തിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തവ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു പറാത്ത ഇട്ട് കൊടുക്കാം. ഇത് നമ്മളൊരു ഫ്ലെയിം കുറച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം നല്ലപോലെ വെന്ത് വരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലെയിം എപ്പോഴും കുറച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു സൈഡ് മുഴുവനായിട്ട് മുരിഞ്ഞതിന് ശേഷം അടുത്ത സൈഡിലേക്ക് മറിച്ചിടാൻ നിൽക്കരുത്. നമ്മളിതൊരു 5 സെക്കൻഡ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. കുറച്ച് സമയം ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കൊന്ന് മറിച്ചിടാം, വീണ്ടും മറിച്ചിടാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ നമുക്കിത് കുക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നെയ്യല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നെയ്യ് തന്നെയാണ് എടുക്കുന്നത്. കാരണം നമ്മളിത് കറിയൊന്നും കൂട്ടിയിട്ടല്ല, വെറുതെ കട്ടച്ചാര കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഒരു മധുരമൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നെയ്യും കൂടി ആയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കോ ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.